റിച്ചി റിച്ചിയും മരിയും ഒരുപോലെ വാതിൽക്കലേക്ക് നോക്കി. ബെന്നിയോടൊപ്പം നിൽക്കുന്നവരെ കണ്ട് റിച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നാൽ മരി ബെന്നിയുടെ കൂടെയുള്ളവരെ അപരിചിതത്തോടെ നോക്കി. അവളുടെ അപരിചിത ഭാവം അവരിൽ വേദന ഉണർത്തി. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവർ മരിയെ നോക്കി. റിച്ചി മരിയയ്ക്ക് അടുത്തേക്ക് ചെന്നു. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് മരിയെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇവർ ആരൊക്കെയാണെന്ന് എൻ്റെ മരിയ കൊച്ചിന് അറിയാമോ? മരിയില്ലെന്ന് തലയെനിക്ക്. റിച്ചി മാധവനെയും ഭാനുമതിയെയും നോക്കിയൊന്ന് പുച്ഛിച്ചു. എൻ്റെ മരിയ കൊച്ചിന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ രക്തബന്ധമാണിവർ. മരിയ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി. റിച്ചി മരിയെ ചേർത്ത് പിടിച്ചു. ഇത് നിന്റെ വല്യമ്മയും വല്യച്ഛനുമാണ് മരിയ കൊച്ചെ. മരിയ റിച്ചിയോട് ചേർന്ന് നിന്ന് അവരെ നോക്കി. റിച്ചി മരിയെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി മാധവന്റെ അടുത്തേക്ക് ചെന്നു. നീ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പെണ്ണെന്തേടാ? റിച്ചിയുടെ വലിഞ്ഞു മുറിയ മുഖം കണ്ടിട്ട് മാധവൻ ഒന്നും തന്നെ പറഞ്ഞില്ല. അടുത്തു നിൽക്കുന്ന ഭാനുമതിയിലേക്ക് റിച്ചിയുടെ നോട്ടമെത്തി. റിച്ചിയുടെ മുഖഭാവം കണ്ട് പേടിച്ച് അപ്പോൾ തന്നെ ഭാനുമതി മുകളിലേക്ക് ഓടിക്കയറി. അമ്മേ! കരഞ്ഞുകൊണ്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ഭാനുമതിക്കൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പെൺകുട്ടിയെ കണ്ട് ബെന്നിയും മരിയയും ഞെട്ടി. പെട്ടെന്ന് തന്നെ ബെന്നിയുടെ ഞെട്ടലോടെയുള്ള മുഖം മാറി. അവളെ നിർവചിക്കാൻ കഴിയാത്തൊരു ഭാവം വിരിഞ്ഞു. അല്ലു! പ്രണയത്തോടെ ബെന്നിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മേ! അല്ലു ഓടി വന്ന് തൻ്റെ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നു മോളെ, കരയിലടാ. പോട്ടെ, എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ലുവിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു. അടികൊണ്ട് വീർത്ത അല്ലുവിൻ്റെ കഴുത്തടങ്ങൾ കാണെ റിച്ചിയുടെ ദേഷ്യം ഇരട്ടിയായി. താഴെ കിടന്ന മാധവനെ വലിച്ചെഴുന്നേൽപ്പിച്ചു ഭിത്തിയോട് ചേർത്ത് നിർത്തി രണ്ട് കവളിലും മാറി മാറി അടിച്ചു. മോനെ, നിന്റെ തീർക്കാൻ നിനക്ക് മോളുടെ പ്രായമുള്ള പെണ്ണിനെ കിട്ടിയുള്ളൂടാ. ഇനി ഒരിക്കൽ പോലും നിന്റെ ഈ വൃത്തികെട്ട കണ്ണ് ഒരു പെണ്ണിന്റെ ദേഹത്തും പതിയരുത്. നിന്റെ സകല സൂക്കയുടെ ഇന്നത്തെ കൊണ്ട് തീർക്കും ഈ റിച്ചി. റിച്ചി ഭാനുമതിയുടെ നേരെ തിരിഞ്ഞു. അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പലതവണ അവരുടെ തല ഭിത്തിയിലേക്ക് ഇടിച്ചു. രക്തം വരാൻ തുടങ്ങിയതും റിച്ചി അവരെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവരുടെ കഴുത്തിൽ കൈകൾ അമർത്തി. അന്നം മോളെ, നീ ഒരു പെണ്ണാണോടി? സ്വന്തം മക്കളുടെ പ്രായമുള്ള പെൺപിള്ളേരെ ഇവന് കൂട്ടിക്കൊടുക്കാൻ നിന്നെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കണം. ഇത്രയും നാൾ നീയൊക്കെ സുഖിച്ച് ജീവിച്ചില്ലേ? ഇവിടെ നിന്ന് എല്ലാത്തിൻ്റെയും അവസാനമാണ്. റിച്ചി അതും പറഞ്ഞുകൊണ്ട് ഭാനുമതിയെ മാധവന്റെ അടുത്തേക്ക് തള്ളിയിട്ടു. മാധവ, മരി എങ്ങനെയാണ് നിന്റെ കയ്യിലെത്തിയത്? അത് സത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാ ഞാനിവിടെ എത്തിയത്. നീ തന്നെ എല്ലാം പറയണം. നിന്നിൽ തന്നെ എല്ലാവരും സത്യങ്ങൾ അറിയണം. എനിക്കൊന്നും അറിയില്ല. അപ്പം മോനെ, മര്യാദയ്ക്ക് ചോദിച്ചാൽ നിനക്ക് പറയാൻ വയ്യല്ലടാ. റിച്ചി പാഞ്ഞു ചെന്ന് മാധവന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. വേണ്ട, ഞാൻ പറയാം. റിച്ചി മാധവനെ നോക്കി വന്യമായി ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. റിച്ചി മരിയെ വിളിച്ച് തനിക്ക് അടുത്തേക്ക് ഇരുത്തി. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇരിക്കുന്നേ. റിച്ചി പറയുന്നത് കേട്ട് എല്ലാവരും ആർക്കൊപ്പം ഇരുന്നു. അപ്പോൾ മാധവ, തുടങ്ങിക്കോ നിന്റെ കുമ്പസാരം. ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ? സത്യമായി പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ 100 ഇരട്ടി നീ അനുഭവിക്കും. വിഷമംകാലത്ത് ആനന്ദനും ഭാര്യ പത്മാവതിക്കും 2 മക്കൾ. ദേവാനന്ദൻ, ഭാര്യ ഗീത. ഇവൾക്ക് 2 മക്കൾ, അഭിരാമി എന്ന ആമി, അലോഷി എന്ന അല്ലു. ശിവാനന്ദൻ, ഭാര്യ ഊർമിള, മകൾ ആദിശ്രീ എന്ന ശ്രീകുട്ടി. ദേവാനന്ദൻ സ്വന്തമായി വിശ്വമംഗലം ഗ്രൂപ്പ് എന്നൊരു കമ്പനി കോയമ്പത്തൂരിൽ നടത്തുന്നു. ദേവാനന്ദനും ഭാര്യയും 5 വയസ്സുവരെ അല്ലുവുമായി കോയമ്പത്തൂരിലാണ് താമസം. 10 വയസ്സുകാരി ആമി ശിവാനന്ദന്റെ കൂടെയാണ്. പെൺകുട്ടികളില്ലാത്ത വീട്ടിൽ ആദ്യ പെൺതരി ആയതുകൊണ്ട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പൊന്നോമനയാണ്. ആമയ്ക്ക് ദേവാനന്ദനേക്കാൾ ഇഷ്ടം ശിവാനന്ദനോടാണ്. അതുകൊണ്ട് തന്നെ ആമി അവരെ വിട്ടു നിൽക്കില്ല. ശിവാനന്ദനെയും ഊർമിളയുടേതും പ്രണയവിവാഹമാണ്. ഊർമിള ഒരു സാധാരണ കുടുംബത്തിലെയാണ്. വിശ്വമംഗലത്തെ ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടവും പച്ചക്കറി കൃഷികളും നോക്കി നടത്തുന്നു. ശ്രീകുട്ടിക്ക് 1 മാസം മാത്രമാണ് പ്രായം. നിറയെ കൺപീലികളും കട്ടിപ്പൊരുകവുമുള്ള കൊച്ചു സുന്ദരി. ആ കുഞ്ഞി കണ്ണുകൾ കട്ടിയായി വാലിട്ടെഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കുഞ്ഞു മോണകാട്ടിയുള്ള ചിരിയിൽ എല്ലാവരും അതിമറന്ന് നോക്കി നിന്ന് പോകും. സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ വാശിയും വഴക്കും ഒന്നുമില്ല. എപ്പോഴും ചിരിയും കളിയുമാണ്. ആനന്ദനും പത്മാവതിക്കും പ്രായത്തിൻ്റെതായ ക്ഷീണവും അസുഖങ്ങളും ഉണ്ട്. ഊർമിള ആ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവളാണ്. സഹോദരങ്ങളില്ലാത്ത ഗീതയ്ക്ക് ഊർമിള സ്വന്തം അനിയത്തിയാണ്. ശ്രീകുട്ടിയുടെ നൂലുകെട്ടിന് വേണ്ടിയാണ് ദേവാനന്ദന്റെ കുടുംബവും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചെത്തിയത്. തിരിച്ചു പോകുമ്പോൾ ആമയെ കൂടെ കൂട്ടണമെന്ന് കരുതിയാണ് ദേവാനന്ദൻ വന്നത്. ആമയ്ക്ക് അവരോടൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ബഹളമായതോടുകൂടി ശിവാനന്ദനും ഊർമിളയും കൂടി ദേവാനന്ദനോട് നിർബന്ധം പിടിച്ചു. ആമയെ അവിടെ നിർത്തിച്ചു. എല്ലാ മാസവും ഒരാഴ്ച ദേവാനന്ദനും കുടുംബവും കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ താമസിക്കും. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഇല്ലാത്തൊരു വിഷമം ഈ മടക്കയാത്രയിൽ ദേവാനന്ദന്റെയും ഗീതയുടെയും കണ്ണുകൾ നിറച്ചു. ഇനി നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാരും തന്നെ ജീവനോട് ഉണ്ടാകില്ല എന്ന് അവർ അറിഞ്ഞില്ല. ഊർമിളയുടെ അച്ഛനും അമ്മയും മരിച്ചതിനാൽ അനിയത്തി ഭാനുമതിയെ ശിവാനന്ദൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ബിസിനസ്സിലെ ചില പ്രശ്നങ്ങൾ കാരണം ദേവാനന്ദൻ പിന്നീട് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ശിവാനന്ദന് ഊർമിളയോടുള്ള സ്നേഹം പതുക്കെ ഭാനുമതിയിൽ അസൂയ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. ശിവാനന്ദൻ ഭാനുമതിയെ ഒരു സഹോദരിയായി കണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഭാനുമതിയുടെ മനസ്സിൽ മറ്റൊരു അർത്ഥത്തിലുള്ള ഇഷ്ടം വളർന്നു തുടങ്ങിയിരുന്നു. പത്മാവതി അമ്മയ്ക്ക് ഭാനുമതിയുടെ മാറ്റം മനസ്സിലായിരുന്നു.
ബിസിനസ്സിൽ അടിക്കടി വീഴ്ച വരാൻ തുടങ്ങിയതോടുകൂടി ആരുടെയോ ചതിയാണെന്ന് ദേവാനന്ദൻ മനസ്സിലാക്കിയിരുന്നു. നാട്ടിലും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതോടുകൂടി ദേവാനന്ദന് സംശയം കൂടുതൽ ശക്തമായി. താൻ മാറി നിന്നാൽ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയില്ലെന്നും ബിസിനസ് നിലം പതിക്കുമെന്നും മനസ്സിലായ ദേവാനന്ദൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ നാട്ടിലേക്ക് അയച്ചു. അതാണ് മാധവൻ. യഥാർത്ഥ ശത്രുവിനെ അവൻ്റെ ലക്ഷ്യത്തിലേക്കാണ് താൻ പറഞ്ഞുവിടുന്നതെന്ന് ആ നിമിഷം ദേവാനന്ദനും അറിഞ്ഞിരുന്നില്ല. തൻ്റെ ലക്ഷ്യം പാതി വിജയിച്ച സന്തോഷത്തിൽ മാധവൻ വിശ്വമംഗലത്തേക്കുള്ള യാത്ര തുടർന്നു. മാധവൻ്റെ കണ്ണ് ആദ്യം മുതലേ വിശ്വമംഗലത്തിൽ സ്വത്തുക്കളിലായിരുന്നു. അതിനെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വളർച്ചയും എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കിയിരുന്ന മാധവനെ ദേവാനന്ദൻ തൻ്റെ കൂടെ കൂട്ടി. അതോടെ മാധവൻ കൂടെ നിന്ന് തന്നെ ദേവാനന്ദൻ്റെ സ്വത്തുക്കൾ തൻ്റെ കൈപ്പിടിയിലാക്കാൻ ശ്രമം തുടങ്ങി. ശിവാനന്ദൻ്റെ കല്യാണം കഴിഞ്ഞ ഒരിക്കൽ ദേവാനന്ദനുമായി വിശ്വമംഗലത്ത് എത്തിയപ്പോഴാണ് ഊർമിളയെ ആദ്യമായി കാണുന്നത്. ഊർമിളയുടെ സൗന്ദര്യവും അങ്കലാവണ്യവും മാധവൻ അവളിൽ ഭ്രമമുണ്ടാക്കി. വിശ്വമംഗലത്തെ സ്വത്തുക്കൾക്കൊപ്പം ഊർമിളയും മാധവനിൽ ഒരു മോഹമായി വളർന്നു. തൻ്റെ ലക്ഷ്യത്തിൻ്റെ ആദ്യപടിയായി ദേവാനന്ദൻ്റെ ബിസിനസ്സുകളിൽ മാധവൻ തിരിമറി കാട്ടിത്തുടങ്ങി. ദേവാനന്ദൻ അറിയാതെ തന്നെ വിശ്വമംഗലം ഗ്രൂപ്പിൻ്റെ മറവിൽ ഇല്ലീഗൽ ബിസിനസ് മാധവൻ നടത്തി. ഒരു അന്വേഷണം വന്നാൽ തെളിവുകളെല്ലാം ദേവാനന്ദനെ എതിരാക്കിയിരുന്നു. വിശ്വമംഗലത്തെത്തിയ മാധവനെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒരിക്കൽ പോലും മാധവനിൽ നിന്നും ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും മാധവൻ വിശ്വസ്തനായിരുന്നു. ഊർമ്മയിലുള്ള മോഹം മാധവനിൽ ദിനംപ്രതി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഭാനുമതിക്ക് ശിവാനന്ദനോടുള്ള താല്പര്യം മാധവൻ മനസ്സിലാക്കിയിരുന്നു. കുടിലത നിറഞ്ഞ മനസ്സോടെ മാധവൻ ഭാനുമതിയെ സമീപിച്ചു. മാധവൻ തൻ്റെ ആവശ്യം ഭാനുമതിയെ അറിയിച്ചു. ഊർമിളയെ എങ്ങനെയെങ്കിലും മാധവന് മുന്നിൽ എത്തിച്ചാൽ മാധവൻ തൻ്റെ ആവശ്യം നടത്തുമെന്നും അതിലൂടെ ശിവാനന്ദൻ ഊർമിളയെ വെറുക്കുമെന്ന്, പിന്നീട് ഊർമിളയ്ക്ക് പകരം ശിവാനന്ദൻ്റെ ജീവിതത്തിൽ ഭാനുമതിക്ക് കയറിക്കൂടാമെന്നും മാധവൻ ഭാനുമതിയെ വിശ്വസിപ്പിച്ചു. ശിവാനന്ദൻ്റെ കൂടെയുള്ള ജീവിതവും തൻ്റെ ചേച്ചി അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ തനിക്ക് സ്വന്തമാകുമെന്ന ദുരാഗ്രഹത്താലും ഭാനുമതി മാധവൻ്റെ വാക്കുകൾ അനുസരിച്ചു. ഇതിനിടയിൽ മറ്റാരും അറിയാതെ ഭാനുമതിയും മാധവനും തമ്മിൽ മറ്റൊരു ബന്ധം കൂടി സ്ഥാപിച്ചിരുന്നു. വെറും ശരീരസുഖം മാത്രമായിരുന്നു അവൾ മുമ്പിട്ട് നിന്നത്. രാത്രി ശിവാനന്ദൻ്റെ നെഞ്ച് തലവെച്ച് കിടക്കുകയാണ് ഊർമിള. ശിവേട്ട, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഊർമി, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. നീ കരുതുന്ന പോലെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇന്ന് ഏട്ടൻ തന്നെയാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും ഇതേപ്പറ്റി സംസാരിച്ചിരുന്നു. അവർക്കും ഏട്ടൻ്റെ അഭിപ്രായം തന്നെയാണ്. എന്നാലും ശിവേട്ട, ആമിമോളും അല്ലുമോളും. ഊർമി, ഇവിടെ ആരും ആമിയെ അല്ലുവിനെയും ശ്രീകുട്ടിയും വേർതിരിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ തീരുമാനം അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ്. ശിവേട്ട, ഊർമി, ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാനും ആദ്യം ഈ കാര്യം അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഏട്ടൻ്റെ തീരുമാനം ശരിയാണെന്ന് എനിക്കും തോന്നി. ശത്രു നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതാരാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കൂടി പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. ഏട്ടൻ്റെ ബിസിനസ്സിൽ മാത്രമല്ല, ഇവിടെയും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഏട്ടനുണ്ടായ അപകടം പോലും ആരും മനഃപൂർവ്വം ചെയ്തതാണ്. ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളൊന്നും സംഭവിക്കാഞ്ഞത്. ഏട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? നമ്മുടെ മക്കൾ 3 പേര് സുരക്ഷിതമായിരിക്കണം. അതിന് ഇതല്ലാതെ മറ്റു വഴിയില്ല. ഊർമിള തങ്ങളുടെ അടുത്ത് കിടക്കുന്ന ആമിയെയും ശ്രീകുട്ടിയെയും നോക്കി. ഊർമിളയുടെ കണ്ണുകൾ നിറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ശിവാനന്ദൻ അച്ഛനോടും അമ്മയോടും സംസാരിച്ചുകൊണ്ട് തിരികെ റൂമിലേക്ക് പോയി. ഊർമിള റൂമിലിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുവാണ്. ഊർമി, ഞാൻ ഇറങ്ങുവാണ്. ശിവേട്ട, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഈ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല ഊർമി. പിന്നെ ഞാൻ പോകുന്ന കാര്യം ഭാനുമതിയും മാധവനും അറിയണ്ട. ഇല്ല ശിവേട്ട. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ശിവാനന്ദൻ ഊർമിളയുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ശിവാനന്ദൻ ഹാളിലെത്തിയതും ഭാനുമതി അടുക്കളയിൽ നിന്നും അങ്ങോട്ടേക്ക് വന്നു. ശിവേട്ടൻ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഞാൻ പുറത്തേക്ക് പോകുവാണ്. ശിവേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വിളമ്പിത്തരാം. ചേച്ചിക്ക് ഇപ്പോൾ ശിവേട്ടൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒട്ടും സമയമില്ല. ഭാനുമതി. പ്രായം ചെന്നെങ്കിലും ഒട്ടും ഗാംഭീര്യം കുറയാത്ത ശബ്ദത്തോടുള്ള പത്മാവതി അമ്മയുടെ ശബ്ദം കേട്ട് ശിവാനന്ദനും ഊർമിളയെ ഒരുപോലെ തിരിഞ്ഞു നോക്കി. പത്മാവതി അമ്മയുടെ രൂക്ഷമായ നോട്ടം നേരിടാൻ കഴിയാതെ ഭാനുമതിയുടെ താണു. ശിവ, നീ എന്തെങ്കിലും കഴിച്ചോ? ഭാനുമതിയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പത്മാവതി അമ്മ ശിവാനന്ദനോട് ചോദിച്ചു. എനിക്ക് ഊർമ്മ എടുത്തു തന്നിരുന്നു അമ്മേ. പത്മാവതി അമ്മ ഭാനുമതിയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. സമയം കളയണ്ട ശിവ, നീ പോയി വാ. ശരി അമ്മേ. ശിവാനന്ദൻ പോയതും പത്മാവതി അമ്മ ഭാനുമതിക്ക് നേരെ തിരിഞ്ഞു. ഭാനുമതി, കുറേയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നുണ്ട് എന്ന് കരുതി എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ? അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും. മതി, നിർത്ത്. ഒരു കാര്യം ഞാൻ പറയാം. ഊർമിള നിന്റെ ചേച്ചിയാണ്. എന്ത് ചെയ്യുമ്പോഴും അത് ഓർത്തോണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ കരടായി മാറാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയായി മാറിയാൽ ഞാനൊരു അമ്മയെ മാത്രം ചിന്തിക്കും. അവസാനം നഷ്ടം നിനക്ക് മാത്രമാകും. ഇപ്പോൾ ഉള്ള അഭയം കൂടി ഇല്ലാതെ ആക്കരുത് നീ. പത്മാവതി ഭാനുമതിയോട് അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഭാനുമതി പത്മാവതി അമ്മ പോയ വഴിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മാധവൻ്റെ അടുത്തേക്ക് പോയി. വീർപ്പിച്ചു വെട്ടിയ മുഖവുമായി വന്ന ഭാനുമതിയോട് മാധവൻ കാര്യം തിരക്കി. ഭാനുമതി പത്മാവതി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാധവനോട് പറഞ്ഞു. 10-70 വയസ്സുണ്ടെങ്കിലും ഒരു വല്ലാത്ത ശൗര്യമാണ് ആ തള്ളയ്ക്ക്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല. നീ ഒന്ന് സമാധാനിക്ക് ഭാനുമതി. ഇന്നത്തെ കൊണ്ട് അവരുടെ അഹങ്കാരം തീരും. പിന്നീട് മാധവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഭാനുമതിയിലും ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു.
വളരെ സന്തോഷത്തോടെ പോയ ശിവാനന്ദൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു. പക്ഷെ അവരുടെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള വാർത്തയായിരുന്നു ശിവാനന്ദന് വന്ന ഫോൺ കോൾ ഉണ്ടായിരുന്നത്. വളരെയധികം ടെൻഷനോട് കൂടിയാണ് ശിവാനന്ദൻ തിരികെ എത്തിയത്. ശിവാനന്ദൻ റൂമിലേക്ക് പോയതും ഭാനുമതിയുടെയും മാധവൻ്റെയും ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഊർമി, എളുപ്പം എൻ്റെ 2-3 ജോഡി ഡ്രസ് പാക്ക് ചെയ്ത് എനിക്ക് കോയമ്പത്തൂരിൽ പോകണം. എന്താ ശിവേട്ട, എന്താ പ്രശ്നം? ഊർമി, ഏട്ടൻ ജയിലിലാണ്. ഇന്നലെ രാത്രിയായിരുന്നു അറസ്റ്റ്. ചതിയാണ്. ഏട്ടത്തെയും മോളും ആകെ പേടിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകണം. ഞാനും വരാൻ ശിവേട്ട. എനിക്കിവിടെ നിന്നുള്ളൊരു സമാധാനം ഉണ്ടാകില്ല. ഊർമി, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾ കൂടി വന്നാൽ എനിക്കെല്ലാം കൂടി നോക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ എടുത്തേയും മോളെയും ഇങ്ങോട്ട് കയറ്റിവിടും. അച്ഛനും അമ്മയ്ക്ക് നല്ല വിഷമം കാണും. നീയും കൂടി വെറുതെ വിഷമിച്ചിരിക്കരുത്, കേട്ടല്ലോ? ഊർമിള ഒന്ന് മൂളേതേ ഉള്ളൂ. ശിവാനന്ദൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. വൈകിട്ട് 4 കൂടിയാണ് ശിവാനന്ദൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 6 മണിക്കാണ് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ. ശിവാനന്ദൻ പോയതിന് പുറകെ തന്നെ പത്മാവതി അമ്മയും ആനന്ദനും ആമിമോളെയും കൂട്ടിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് പോയി. ഊർമിള കുറച്ച് സമയം റൂമിൽ തന്നെ ഇരുന്നു. സമയം കടന്നുപോയി. വിളക്ക് വെക്കാൻ സമയമായപ്പോൾ ശ്രീകുട്ടി ഉറക്കിക്കിടത്തി താഴേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ശിവാനന്ദൻ വക്കീൽ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഊർമിള തുളസിത്തറയിൽ വിളക്ക് വെച്ച് സന്ധ്യാദീപം കൊളുത്തി അകത്തേക്ക് കയറിയിട്ടും ഭാനുമതിയെ താഴെയെങ്ങും കണ്ടില്ല. ഊർമിള ഭാനുമതിയെ അന്വേഷിച്ച് റൂമിലേക്ക് പോയി. ഭാനുമതിയുടെ റൂമിനടുത്തെത്തിയപ്പോൾ ചെറിയ ശീൽക്കാര ശബ്ദങ്ങളും ചിരികളും കേൾക്കുന്നുണ്ടായിരുന്നു. റൂമിലേക്ക് അടുക്കുന്തോറും ശബ്ദങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ഊർമിള വിറയ്ക്കുന്ന കൈകളോടെ റൂമിൻ്റെ ഡോർ ഒന്ന് തള്ളിയതും പൂട്ടാഞ്ഞതുകൊണ്ട് വാതിൽ മലർക്കെ തുറന്നു വന്നു. അകത്തെ കാഴ്ചയിൽ ഊർമിള ഒരു നിമിഷം തിരിച്ചു നിന്നു. നഗ്നമായ ഭാനുമതിയുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന മാധവൻ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഭാനുമതിയും മാധവനും ഒരുപോലെ തിരിഞ്ഞു നോക്കി. തങ്ങളെ പകപ്പോടെ നോക്കുന്ന ഊർമിളയെ കണ്ട് ഒരു നിമിഷം അവർ ഒന്ന് പകച്ചുപോയി. ഭാനുമതി പെട്ടെന്ന് തന്നെ അടുത്ത് കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ നഗ്നത മറിച്ചു. മാധവൻ താഴെ കിടന്നൊരു മുണ്ടെടുത്തു കൊടുത്തു. ഊർമിള അവരെ അറപ്പോടെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. മുറിയിൽ കയറി ഡോറടച്ചിട്ടും താഴത്തെ കാഴ്ചയിൽ നിന്നും ഊർമിളയിൽ മുക്തമായിരുന്നില്ല. അച്ഛനും അമ്മയും പെട്ടെന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ എന്ന ചിന്തയായിരുന്നു ഊർമിളയിൽ. ഊർമിളയെ പെട്ടെന്ന് കണ്ട പരിമളത്തിൽ നിന്നും മുക്തനായ മാധവൻ മനസ്സിൽ പല കണക്കൂട്ടുകളും നടത്തി. മാധവൻ താഴെ ചിതറിക്കിടന്ന ഭാനുമതിയുടെ വസ്ത്രങ്ങളെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത്, ഭാനുമതി, എളുപ്പം ഇതൊക്കെ എടുത്തിട്ട് വിട്ടുകൊണ്ടുപോവാ. ഊർമിള നമ്മളെ കണ്ട സ്ഥിതിക്ക് ഇവിടെ എല്ലാവരും മടങ്ങിയെത്തുമ്പോൾ കാര്യങ്ങൾ അറിയും. ഇത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. മാധവൻ അതും പറഞ്ഞ് ഊർമിളയുടെ റൂമിലേക്ക് പോയി. ഡോറിലെ ശക്തമായ തട്ടലിൽ നിന്നും ഊർമിളയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലായി. തുടരെയുള്ള മുട്ടലിൽ ഊർമിളയ്ക്ക് ചെറിയ ഭയം തോന്നി തുടങ്ങി. ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഊർമിള വാതിൽ തുറന്നു. പ്രതീക്ഷിച്ച പോലെ മാധവനാണ്. എന്ത് വേണം? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തു തന്നെയായാലും ശിവേട്ടൻ വരട്ടെ, അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ സംസാരിക്കൂ. അതിന് നിന്റെ ശിവേട്ടൻ തിരിച്ചു വന്നാലല്ലേ? പിന്നെ ആ കിളവൻ, അയാളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. താൻ എന്തോട് പറഞ്ഞത്? ഊർമിള മാധവനെ തേടി ശബ്ദമുയർത്തി. ആഹാ, ഭർത്താവിനെ പറഞ്ഞപ്പോൾ ഭാര്യ ശബ്ദമുയർത്തി തുടങ്ങിയോ? എന്തായാലും നീയും എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. നിന്റെ ശിവേട്ടൻ ഇനി ജീവനോട് തിരിച്ചു വരില്ല. പിന്നെ ദേവാനന്ദൻ, ഞാൻ തന്നെയാണ് അവനെ ചതിച്ചത്. ഈ വിഷുമംഗലത്തെ സ്വത്തുക്കൾ മാത്രം ആണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നീയും. ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു മോഹമാണ് നീ. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീയും ഇനി ജയിച്ചിരുന്നാൽ എനിക്ക് അപകടമാണ്. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ആഗ്രഹം തീർക്കണം. മാധവൻ്റെ ഒരു പ്രത്യേക ഭാവത്തോടു കൂടി ഊർമിളയോട് പറഞ്ഞതും ഊർമിള റൂമിലേക്ക് ഓടിക്കയറാൻ നോക്കി. ആ നീക്കം മനസ്സിലായതുപോലെ മാധവൻ വാതിലിന് കുറുകെ കൈവച്ച് തടഞ്ഞു. മാധവൻ്റെ കണ്ണുകളിലെ ഭാവം കണ്ട് ഊർമിളയ്ക്ക് ഭയം തോന്നി. ഊർമിള ഓരോ ചുവടുകളെ പുറകിലേക്ക് വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് മാധവൻ പാഞ്ഞു ചെന്ന് ഊർമിളയെ കെട്ടിപ്പിടിച്ചു. ഊർമിള തൻ്റെ ബലം മുഴുവൻ പ്രയോഗിച്ച് മാധവനെ തള്ളിമാറ്റി മുൻപോട്ട് ഓടിയതും പെട്ടെന്ന് തന്നെ സാരിയുടെ തുമ്പിൽ മാധവൻ്റെ പിടിവീണിരുന്നു. മാധവൻ ശക്തിയോടെ സാരിയിൽ പിടിച്ച് വലിച്ചതും ഊർമിള തൻ്റെ നെഞ്ചിൽ നിന്ന് മുതിർന്നു മാറിയ സാരി നേരെ പിടിച്ച് അപ്പോഴേക്കും മാധവൻ അവളെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. ഭാനുമതി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും മുകളിൽ നിന്നും ബഹളം കേട്ട് അങ്ങോട്ടേക്ക് നോക്കി. മാധവൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്ന ഊർമിളയെ അവർ പുച്ഛത്തോടെ നോക്കി. മുകളിലെ സ്റ്റെയറിൻ്റെ കൈവരിയിൽ ഊർമിളയെ ചേർത്ത് നിർത്തിയേക്കുവാണ് മാധവൻ. മാധവൻ്റെ മുഖം തന്നിലേക്ക് അടുക്കുംതോറും ഊർമിള ശക്തമായി പിറകിലേക്ക് ആഞ്ഞുകൊണ്ടിരുന്നു. ഡാ! പെട്ടെന്നുള്ള അലർച്ച കേട്ട് മാധവനും ഭാനുമതിയും ഒരുപോലെ ഞെട്ടിത്തെറിച്ചു. വാതിലിലേക്ക് നോക്കി. ഊർമിളയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഭാനുമതിയിൽ പേടി നിറഞ്ഞെങ്കിലും മാധവൻ്റെ മുഖത്തെ പേടി പെട്ടെന്ന് തന്നെ മാഞ്ഞു. മാധവൻ ഊർമിളയെ പുച്ഛത്തോടെ നോക്കി. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കണേ.